യു ഏൺ യു പേ ആൻഡ് യു സ്പെൻഡ് യു പേ. ഈ രണ്ട് കാര്യങ്ങൾ ശരിക്കും നമ്മുടെ ലൈഫിൽ നടക്കുന്നുണ്ട്. പക്ഷെ ആരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. വളരെ കുറച്ച് പേരെ ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടാവുള്ളൂ. യു ഏൺ യു പേ. നീ ഉണ്ടാക്കുന്നതിൽ നിന്ന് നീ എന്ത് ചെയ്യുന്നുണ്ട്? ടാക്സ് ആയിട്ട് ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്നു. ഇൻകം ടാക്സ് ഓൾസോ നോൺ ആസ് ഡയറക്ട് ടാക്സ്. ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഡയറക്ട് ടാക്സ്. അതാണ് നമ്മുടെ എന്ത്? GST. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? യു സ്പെൻഡ് യു പേ. നമ്മൾ അറിയാണ്ട് പോലും നമ്മൾ കൊടുക്കുന്ന ബില്ലിൽ എന്ത് ഇൻക്ലൂഡഡ് ആണ്? നമ്മുടെ GST ഇൻക്ലൂഡഡ് ആണ്. സോ നമുക്ക് ഇൻകം ടാക്സ് എന്തിൽ നിന്നാണ്, എങ്ങനെയൊക്കെയാണെന്ന് ഒരു ചെറിയൊരു ഐഡിയ തരാം. ഇൻകം ടാക്സ് വി ക്യാൻ സേ ഇറ്റ്സ് ആൻ ഇൻകം വിച്ച് ഇസ് ഏൺ ബൈ വേ ഓഫ് സാലറി ആവാം, ബിസിനസ് ഓർ പ്രൊഫഷൻ ആവാം, നമുക്ക് എന്ത് പറയാം, ക്യാപിറ്റൽ ഗെയിൻ പറയാം, ഇൻകം ഫ്രം അതർ സോഴ്സസ് സച്ച് ആസ് ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ്, ഇൻട്രസ്റ്റ് ഫ്രം സേവിങ്സ് ബാങ്ക്, അങ്ങനെ കുറെ കാര്യങ്ങൾ. ആൻഡ് അതേപോലെ തന്നെ വൺ മോർ ഹെഡ്, ദാറ്റ് ഈസ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. അപ്പോ നിങ്ങൾക്ക് ആലോചിക്കാനായിട്ടുള്ള ഒരു ചെറിയൊരു സാധനം നിങ്ങളുടെ ഹെഡിലേക്ക് ഇട്ടുതരാം. അത് ഇൻകം ടാക്സ് റിലേറ്റഡ് അല്ല, GST റിലേറ്റഡ് ആണ്. ഡു യു തിങ്ക് ഇറ്റ് ഇസ് ഫെയർ ദാറ്റ് മിസ്റ്റർ അംബാനി, ഓക്കെ നമുക്ക് പറയാം, അംബാനിയും ഞാനും 100 രൂപയുടെ ഒരു സാധനം 18% ഉള്ള ഒരു സാധനം വാങ്ങുമ്പോൾ വി ബോത്ത് ആർ പേയിങ് ദി സെയിം ടാക്സ്. അംബാനിയും ഞാനും കൊടുക്കുന്ന പേയ്മെന്റ് എന്ന് പറയുന്നത്, ടാക്സ് ആയിട്ട് കൊടുക്കുന്ന പേയ്മെന്റ് എന്ന് പറയുന്നത് സെയിം ആണ്. ഡു യു തിങ്ക് ദാറ്റ്സ് റൈറ്റ്? എന്നെക്കാളും അല്ലെങ്കിൽ നിങ്ങളെക്കാളും എത്രയോ 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 ടോപ്പിലുള്ള ഒരാളാണ് അംബാനി എന്ന് പറയുന്നത്. സോ ഐ റിയലി ഡു തിങ്ക് ദാറ്റ് എന്ത് GST ഫെയർ അല്ല. ബട്ട് അതേ സ്ഥലത്ത് ഇൻകം ടാക്സ് പക്കയാണ്. കാരണം നിങ്ങളുടെ ഇൻകം എത്രത്തോളം കൂടുന്നു, നിങ്ങളുടെ ടാക്സ് റേറ്റ്, എഫക്റ്റീവ് ടാക്സ് റേറ്റ് ഉണ്ടാവുന്നു, അത്രത്തോളം കൂടി കൂടി പോകുന്നു. സോ ഇത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ആൻഡ് ഡു കമന്റ് എന്ത് കൊണ്ടായിരിക്കും GST ഇൻ സച്ച് എ വേ. That's all. Bye bye. Thank you.